ഹായ്, ഫസ്റ്റ് വെല്ലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ബയോളജി 10th സ്റ്റാൻഡേർഡിലെ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് നമ്മൾ 1ഉം 2ഉം പാർട്ട് വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പാർട്ട് കാണുന്നതിന് മുമ്പായിട്ട് 1ഉം 2ഉം പാർട്ടുകൾ കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് കാണാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ 1ഉം 2ഉം പാർട്ടിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ന്യൂറോൺസ്, അതിന്റെ ഫങ്ഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് നെർവുകൾ പറഞ്ഞു. പിന്നെ നെർവസ് സിസ്റ്റത്തില് ബ്രെയിനും അതിന്റെ പാർട്ടുകൾ, നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡോട് ചേർന്നാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു. അതിൽ ബ്രെയിനെ പറ്റി നമ്മൾ പറഞ്ഞു നിർത്തി. ബ്രെയിനിന്റെ പാർട്സുകൾ, അതിന്റെ ഫംഗ്ഷൻ എല്ലാം പറഞ്ഞു നിർത്തി. നമുക്കപ്പം ഇന്ന് തുടങ്ങാൻ പോകുന്നത് സ്പൈനൽ കോഡ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സ്പൈനൽ കോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് സ്പൈനൽ കോഡിനെ പറ്റിയാണ്, അഥവാ സുഷുമ്ന. നമ്മൾ സെൻട്രൽ നെർവസിന്റെ മെയിൻ പാർട്ടാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡുല ഒബ്ലാങ്കേറ്റയുടെ കണ്ടിന്യൂ ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ വെർട്ടിബ്രൽ കോളം, നട്ടലിനുള്ളിലായിട്ടാണ് ഇത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം തലയുടെ പിൻഭാഗത്ത്, കഴുത്ത് മുതൽ നമ്മുടെ നട്ടൽ അവസാനിക്കുന്ന ഭാഗം വരെയാണ് ഈ സ്പൈനൽ കോഡ് കാണപ്പെടുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന സ്പൈനൽ കോഡിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്പൈനൽ കോഡിന്റെ ഔട്ടർ പാർട്ട് അഥവാ കോർട്ടെക്സ്, സ്പൈനൽ കോഡിന്റെ കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് മാറ്ററും, സ്പൈനൽ കോഡിന്റെ ഇന്നർ പാർട്ട് അഥവാ മെഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ മാറ്ററാണ്. അതായത് ഔട്ടർ പാർട്ടിനെ പറയുന്ന പേര് കോർട്ടെക്സ് എന്നും ഇന്നർ പാർട്ടിനെ പറയുന്ന പേര് മെഡുല എന്നാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോർട്ടെക്സ് ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും വൈറ്റ് മാറ്റർ ആയിരിക്കും. ഇതിന്റെ കേസിൽ ബ്രെയിനിൽ നിന്ന് നേരെ തിരിച്ചാണ് വരുന്നത്. സ്പൈനൽ കോഡിന്റെ ഔട്ടർ പാർട്ട് വൈറ്റ് മാറ്ററും ഇന്നർ പാർട്ട് ഗ്രേ മാറ്ററും. ഇന്നർ പാർട്ടാണ് അതിന്റെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഗ്രേ മാറ്റർ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ വെർട്ടിബ്രൽ കോഡിനുള്ളിലും നമ്മൾ എന്ത് നിറച്ചിരിക്കുന്നു? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇതിന്റെ ഉൾഭാഗത്ത് നടുവിലായിട്ട് കണ്ട ഒരു ഹോൾ കണ്ടോ? ഇതിനെ നമ്മൾ സെൻട്രൽ കനാൽ എന്നാണ് പറയുന്നത്. ഈ സെൻട്രൽ കനാലിലും എന്താണ് നിറഞ്ഞിരിക്കുന്നത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഇതിന് ചുറ്റും വെർട്ടിബ്രൽ കോളത്തിനുള്ളിൽ, അതായത് നട്ടലിനുള്ളിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിപ്പുണ്ട്. മാത്രമല്ല ഇതിന്റെ സെൻട്രലായിട്ട് കാണപ്പെടുന്ന സെൻട്രൽ കനാലിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിപ്പുണ്ട്. ഔട്ടർ പാർട്ട് വൈറ്റ് മാറ്റർ, ഇന്നർ പാർട്ട് ഗ്രേ മാറ്റർ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴെ വരെ വരുന്നതിനിടയ്ക്ക് 31 പെയർ സ്പൈനൽ കോഡ്, ഈ സ്പൈനൽ നെർവ്സ് ഈ സ്പൈനൽ കോഡിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഈ സ്പൈനൽ കോഡ് ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്. ഏകദേശം 45 സെന്റിമീറ്ററോളം നീളമുണ്ട്. ആ സ്പൈനൽ കോഡിൽ നിന്നും ഏകദേശം 31 പെയർ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലേക്ക്, ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് പോകത്തില്ല, ഓരോന്നുണ്ട്. അതാണ് പെയർ ആയിട്ട് 31 പെയർ, 31 ജോഡി സ്പൈനൽ നെർവ്സ് ഇതിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പൾസിനെ തലച്ചോറിലേക്ക് എത്തിക്കുന്നതും തലച്ചോറിൽ നിന്ന് ഈ ഇമ്പൾസ് തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും സ്പൈനൽ കോഡ് വഴിയാണ്. അതായത് സ്പൈനൽ കോഡ് വഴി മാത്രമേ നമുക്ക് തലച്ചോറിനുള്ളിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകാൻ പറ്റൂ. ഇമ്പൾസ് തലച്ചോറ് എന്തെങ്കിലും തിരിച്ചുള്ള ഇമ്പൾസ് തരുന്നത് തിരിച്ചു കൊണ്ടുവരാൻ സ്പൈനൽ കോഡിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ സ്പൈനൽ കോഡിനുള്ളിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ഒരു പാത്താണ് ഡോർസൽ റൂട്ട്, അല്ലെങ്കിൽ അതിന്റെ പാർട്ടാണ് ഡോർസൽ റൂട്ട്. അപ്പൊ ഡോർസൽ റൂട്ട് വഴിയാണ് സ്പൈനൽ കോഡിനുള്ളിലേക്ക് എന്ത് പോകുന്നത്? ഇമ്പൾസസ്, ക്യാരി ഇമ്പൾസസ് ഇൻടു ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനുള്ളിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നത് ഡോർസൽ റൂട്ടാണ്. ക്യാരി ഇമ്പൾസസ് ടു ഔട്ട്സൈഡ് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനെ വെളിയിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നത് വെൻട്രൽ റൂട്ട്. അപ്പോൾ അകത്തേക്ക് ഇമ്പൾസ് കൊണ്ടുപോകുന്ന ഡോർസൽ റൂട്ടും വെളിയിലേക്ക് കൊണ്ടുവരുന്നത് വെൻട്രൽ റൂട്ടുമാണ് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ 31 പേർ സ്പൈനൽ നെർവ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സ്പൈനൽ കോഡിനകത്ത് നട്ടലിനുള്ളിലാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞു. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ റിപ്പീറ്റഡ് മൂവ്മെന്റ് അല്ലേ നടക്കുന്നത്. അപ്പൊ ആ റിപ്പീറ്റഡ് മൂവ്മെന്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അപ്പൊ നടക്കുമ്പോഴും ഓടുമ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആൻഡ് റിപ്പീറ്റഡ് മൂവ്മെന്റ് ആണ് വരുന്നത്. അപ്പോൾ അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. ഇത്രയേ ഉള്ളൂ സ്പൈനൽ കോഡിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ. ഓക്കെ, അപ്പൊ സ്പൈനൽ കോഡ് ക്ലിയർ ആയിട്ട് വിചാരിക്കും.
അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് റിഫ്ലെക്സ് ആക്ഷനെ പറ്റിയാണ്. റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ദ സഡൻ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ടു ഇറ്റ്സ് സ്റ്റിമുലി. അതായത് നമ്മൾ വളരെ പെട്ടെന്നും ആകസ്മികമായും നമുക്ക് സ്റ്റിമുലി ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ആകസ്മികമായി അതിനെതിരെ നടക്കുന്ന പ്രതികരണത്തെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ചൂടുള്ള വസ്തുക്കൾ കൈ തൊടുമ്പോൾ കൈ ഓട്ടോമാറ്റിക്കായിട്ട് പിൻവലിക്കുന്നു, നമ്മൾ പടക്കത്തിന്റെ സൗണ്ട് വളരെ ആകസ്മികം കേൾക്കുമ്പോൾ ഞെട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലിൽ ഒരു മുള്ളു കൊള്ളുമ്പോൾ കാല് പെട്ടെന്ന് പിൻവലിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് ലെവലിൽ നടക്കുന്നതല്ല, നമ്മുടെ ബോധമനസ്സിൽ നടക്കുന്നതല്ല. വളരെ പെട്ടെന്ന് നമ്മൾ ചൂടുണ്ടെന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ കൈ മാറ്റുന്നു. അത് വളരെ പെട്ടെന്ന് നമ്മുടെ ആ സ്റ്റിമുലേക്ക് നേരെ നമ്മുടെ യാദൃശ്ചികമായും വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ആ റിഫ്ലെക്സ് ആക്ഷനിൽ ആവേഗങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഈ റിഫ്ലെക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. വളരെ പെട്ടെന്ന് നടക്കുന്ന ആക്ഷൻ ആയിട്ട് തലച്ചോറിൽ വരെ പോയിട്ട് അതിന്റെ റെസ്പോൺസ് വരുന്നതിന് ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ സ്പൈനൽ കോഡ് തന്നെ വളരെ പെട്ടെന്ന് റെസ്പോൺസ് കൊടുക്കും. അപ്പം റിഫ്ലെക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. അപ്പോൾ ആദ്യം ഒരു സ്റ്റിമുലി ഉണ്ടാവും. നമുക്കൊരു ഉദാഹരണമായിട്ട് നമ്മുടെ ചൂടുള്ള ഒരു വസ്തുവിനടുത്തേക്ക് അല്ലെങ്കിൽ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന തീരെടുത്തേക്ക് നമ്മുടെ കൈ പോകുമ്പോൾ അതിങ്ങനെ കൈ നമ്മൾ വളരെ പെട്ടെന്ന് പിൻവലിക്കും. അതിന്റെ റിഫ്ലെക്സ് ആക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സ്റ്റിമുലേ ഉണ്ടായി. ആ സ്റ്റിമുലയെ ഒരു റിസപ്റ്റർ അല്ലെങ്കിൽ ഒരു ഗ്രാഹി വേണമല്ലോ അതിനെ നമ്മൾ ആ ചൂടുണ്ടായി എന്നുള്ള കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് അറിയിക്കാൻ വേണ്ടി ഗ്രാഹി അല്ലെങ്കിൽ റിസപ്റ്റർ വേണം. അപ്പൊ ആ റിസപ്റ്ററിൽ നിന്നുള്ള ആ ഇത് മെസ്സേജ് നമുക്ക് നേരെ തലച്ചോറിലേക്ക് പോകണം. തലച്ചോറിലേക്ക് പോകുന്നില്ല, സുഷുമ്ന വരെ പോകുന്നുള്ളൂ, അതായത് സ്പൈനൽ കോഡ് വരെ പോകുന്നുള്ളൂ. ആ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന ആണ് സെൻസറി ന്യൂറോൺ. നമ്മൾ നേരത്തെ പഠിച്ചു സെൻസറി നെർവ് അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് നേരെ കൊണ്ട് തലച്ചോറിലേക്ക് കൊണ്ടെത്തിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുവന്ന് സ്പൈനൽ കോഡാണ്, അല്ല സെൻസറി നെർവാണ്. അപ്പൊ സ്റ്റിമുലി ഉണ്ടായി, അത് റിസപ്റ്റർ സ്വീകരിച്ചു, അവിടെ നേരെ എന്ത് ചെയ്തു, സ്പൈനൽ കോഡിലേക്ക് പോയി. സ്പൈനൽ കോഡിൽ ചെല്ലുമ്പോൾ അവിടെ ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നതാണ്. നമ്മൾ സെൻസറി ന്യൂറോൺ അങ്ങോട്ട് കൊടുക്കുന്ന സെൻസറി ന്യൂറോൺ തിരിച്ചു വരുന്നത് മോട്ടോർ ന്യൂറോൺ ആണെന്ന് പറഞ്ഞല്ലോ. ആ സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ആളാണ് ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. സെൻസറി ന്യൂറോണിനെയും മോട്ടോർ ന്യൂറോണിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഇന്റർ ന്യൂറോൺ. അപ്പോൾ ഈ സെൻസറി ന്യൂറോൺ കൊണ്ടുവരുന്ന മെസ്സേജ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വിക്ക് റീപ്ലൈ കൊണ്ടുവരാൻ ആർക്ക് സാധിക്കുന്നു, ഇന്റർ ന്യൂറോണിന് സാധിക്കുന്നു. അതായത് ഇത് ബ്രെയിനിൽ വരെ ചെല്ലുന്നില്ല, ഇവിടെ സ്പൈനൽ കോഡിൽ വെച്ചിട്ട് ഇന്റർ ന്യൂറോൺ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റിപ്ലൈ ഉണ്ടാക്കി അത് നേരെ എവിടേക്ക് കൊടുക്കുന്നു, മോട്ടോർ ന്യൂറോൺ വഴി തിരിച്ചുകൊണ്ടു വരുന്നു. അപ്പൊ നമുക്ക് ഇത് ഉണ്ടായത് കയ്യിലാണെങ്കിലും ഈ തിരിച്ചുണ്ടാവുന്ന അല്ലെങ്കിൽ അവിടെ കൊടുത്ത മെസ്സേജ് വന്ന് ഇവിടെ അല്ല ആക്ട് ചെയ്യുന്നത്. നമ്മളൊരു കയ്യില് ഒരു ചൂട് വെട്ടുന്ന നമ്മൾ ഇങ്ങനെയാണോ കൈ വെക്കുന്നത്, നമ്മൾ കൈ പെട്ടെന്ന് പിൻവലിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൈ പെട്ടെന്ന് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ മസിൽസ് ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ എപ്പോഴായാലും നമ്മൾ കൈ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഒരിക്കലും വലിക്കുന്നത്, നമ്മൾ കൈ മൊത്തത്തിലാണ് പിൻവലിക്കുന്നത്. അപ്പൊ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നതിന്റെ കാരണം അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ആ മെസ്സേജ്, അതായത് കൈ പിൻവലിക്കുക എന്നുള്ള മെസ്സേജ് മോട്ടോർ ന്യൂറോൺ വഴി ഇതിന്റെ റിലേറ്റഡ് മസിൽസിലേക്കാണ് വരുന്നത്, അനുബന്ധ മസിൽസിലേക്കാണ് വരുന്നത്. അതാണ് ഇവിടെ ഈ കൈയില് ഇത് പിൻവലിക്കണം എന്നുള്ള മസിൽ, അതായത് ഈ മസിൽസ് ചലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ കൈ പുറമോട്ട് വലിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ആ സ്പൈനൽ കോഡിൽ നിന്നുള്ള റിസപ്റ്റർ വരുന്നത് നേരെ നമ്മൾ എവിടാണോ റിസപ്റ്റർ ഇരിക്കുന്നത് ആ ഭാഗത്തേക്കല്ല, അതിന്റെ റിലേറ്റഡ് മസിൽസിലേക്കായിരിക്കും എപ്പോഴും റിഫ്ലെക്സ് ആക്ഷനിൽ നമുക്ക് ആ മെസ്സേജുകൾ വരുന്നത്, തിരിച്ചുള്ള മെസ്സേജുകൾ വരുന്നത്. അത് എപ്പോഴും ഓർത്ത് വെച്ച് ഈ റിഫ്ലെക്സ് ആക്ഷനിലെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. റിഫ്ലെക്സ് ആക്ഷൻ മിക്ക റിഫ്ലെക്സ് ആക്ഷനുകളെയും കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. എന്നാൽ ചില റിഫ്ലെക്സ് ആക്ഷനുകളെ മാത്രം ബ്രെയിൻ കൺട്രോൾ ചെയ്യും. ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന ചില റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ സെറിബ്രൽ റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്. സാധാരണ റിഫ്ലെക്സ് സ്പൈനൽ റിഫ്ലെക്സ് എന്ന് പറയും, അല്ലെങ്കിൽ റിഫ്ലെക്സ് ആക്ഷൻ നോർമലായിട്ട് പറഞ്ഞാൽ സ്പൈനൽ കോഡാണ് കൺട്രോൾ ചെയ്യുന്നത്, അത് സ്പൈനൽ റിഫ്ലെക്സ്. ഇതെന്താണ്, ചില റിഫ്ലെക്സ് ആക്ഷനുകളെ സെറിബ്രം ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള റിഫ്ലെക്സ് ആക്ഷൻ ആണ് സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു, ഈ പറഞ്ഞിരുന്ന സാധനം എന്താണ്, ഈ റിഫ്ലെക്സ് ആക്ഷനിലെ ഇമ്പൾസിന്റെ പാത്വേ ആണ്, അല്ലെങ്കിൽ ആവയവങ്ങളുടെ സഞ്ചാരപാതയല്ലേ പറഞ്ഞു വന്നത്. The pathway of impulse in a reflex action is called reflex arc. റിഫ്ലെക്സ് ആക്ഷനിലെ ആവേഗങ്ങളുടെ സഞ്ചാര പാതയെ പറയുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. The pathway of impulses in a reflex action. അപ്പോൾ നമ്മൾ പറഞ്ഞ പാത്വേ, നമ്മൾ പറഞ്ഞ സ്റ്റിമുലി ഉണ്ടായി, റിസപ്റ്ററിൽ സ്വീകരിച്ചു,
അവിടെ നിന്ന് സെൻസറി ന്യൂറോൺ വഴി നേരെ സ്പൈനൽ കോഡ് ചെന്ന് അവിടെ ഇന്റർ ന്യൂറോൺ ഉണ്ട്, അവിടെയുള്ള മെസ്സേജുകൾ തിരിച്ചു തന്നു. അത് തിരിച്ച് മോട്ടോർ ന്യൂറോൺ വഴി റിസപ്റ്ററിലേക്കല്ല വരുന്നത്, അതിന്റെ റിലേറ്റഡ് മസിൽസിലേക്കാണ് വരുന്നത്. ഇത് പറഞ്ഞത് ഇതിന്റെ അവയവങ്ങളുടെ പാത്വേ ആണ്. പാത്വേ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്ന പാത്വേ പറയുന്നത്. അപ്പൊ മിക്ക റിഫ്ലക്സ് ആക്ഷനും കൺട്രോൾ ചെയ്യുന്ന ഭൂരിഭാഗം റിഫ്ലക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡ് ആണ്. ഇനി ചില റിഫ്ലക്സ് ആക്ഷൻ സെറിബ്രത്തിന്റെ കൺട്രോളിൽ നടക്കും. അങ്ങനെയുള്ള റിഫ്ലക്സ് ആക്ഷൻ ആണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കോൺഷ്യസ് ലെവലിന് അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ പറഞ്ഞത്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയാണ്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. The autonomous nervous system is a part of peripheral nervous system. Autonomous nervous system എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ട് സിസ്റ്റം ഉണ്ട്. സിമ്പത്തറ്റിക് സിസ്റ്റവും ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. അതായത് നമുക്കൊരു അടിയന്തര സാഹചര്യം വരുമ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റം, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഭയം ഉണ്ടാകുമ്പോൾ ഐസ് ഡയലേറ്റ് ചെയ്യുന്നു, കണ്ണുകളെല്ലാം കൂടെ തുറക്കുക എന്ന് പറയുന്നില്ലേ, കണ്ണുകളുടെ കൃഷ്ണമണിയല്ലേ അവിടെ വികസിക്കുന്നു. അത് സിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. പക്ഷെ നമുക്ക് എപ്പോഴും ആ സിമ്പത്തറ്റിക് സിസ്റ്റത്തിന് ഇരിക്കാൻ പറ്റുമോ? തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരണ്ടേ? അപ്പോൾ ഇത് എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും പാരാസിമ്പത്തറ്റിക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺഷ്യസ് ലെവലിൽ നടക്കുന്ന അല്ലാത്ത കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ്. അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സിമ്പത്തറ്റിക് ഏത് പ്രവൃത്തി ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആയിരിക്കും പാരാസിമ്പത്തറ്റിക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, കണ്ണ് ഡയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പാരാസിമ്പത്തറ്റിക്. അപ്പോൾ നമുക്ക് പേടിക്കുമ്പോൾ നമ്മുടെ ഹേർട്ട് ബീറ്റ് കൂടുന്നു, എപ്പോഴും ഹേർട്ട് ബീറ്റ് കൂടി തന്നിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനെ തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അതാണ് പാരാസിമ്പത്തറ്റിക് ചെയ്യുന്നത്. പേടിച്ച് കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മുടെ സലൈവയുടെ പ്രൊഡക്ഷൻ കുറയുന്നു, ഉമിനീരിന്റെ ഉത്പാദനം കുറയുന്നു. അപ്പോൾ എപ്പോഴും ഉമിനീരിന്റെ ഉത്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതിനെ തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അപ്പോൾ ഇവിടെ ചിലപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയായിരിക്കും, ഇത് നോർമലിലേക്ക് കൊണ്ടുവരികയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ നോർമലിലേക്ക് കൊണ്ടുവരും. എന്തായാലും സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഓപ്പോസിറ്റ് ഇൻ ഫംഗ്ഷൻ ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ്, ഒരാൾ കൂടുമ്പോഴത്തേന് അയാൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരാൾ ഇതിന്റെ പ്രവർത്തനത്തെ കുറയ്ക്കുമ്പോൾ മറ്റേ ആൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം പഠിച്ചിരുന്നാൽ മതി. അതാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഏകദേശം ഒരു നെർവസ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കഴിഞ്ഞു. സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും കഴിഞ്ഞു, അതിനുള്ള പാർട്സുകൾ പറഞ്ഞു. പിന്നെ നമ്മൾ റിഫ്ലക്സ് ആക്ഷന്, റിഫ്ലക്സ് ആർക്ക്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ ഏറ്റവും അവസാനമായിട്ടാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നമ്മുടെ കോൺഷ്യസ് ലെവലിൽ അപ്പുറം നടക്കുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ്. ആ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണെന്ന് പറഞ്ഞു. ആ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും കൂടെ ചേർന്നു. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ചില ഡിസീസുകളെ പറ്റി, 2-3 ഡിസീസുകളെ പറ്റി, അതിന്റെ കാരണം എന്താണ്, അതിന്റെ കോസ് എന്താണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതോടെ പറയുമ്പോൾ നമുക്ക് ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാഠത്തിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് കടക്കുകയാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും 3 രോഗങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന് അൽസീമേഴ്സ്. ആദ്യം രോഗം പറയുന്നു, പിന്നെ അതിന്റെ കാരണം എന്താണ്, പിന്നെ അതിന്റെ സിംറ്റംസ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അൽസീമേഴ്സ്. അൽസീമേഴ്സ് ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസോലുബിൾ പ്രോട്ടീൻ ഇൻ ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. തലച്ചോറിലെ കോശങ്ങൾക്ക് മുകളിൽ ഒരു ഇൻസോലുബിൾ പ്രോട്ടീൻ, ആ പ്രോട്ടീൻ നമുക്ക് ഒരിക്കലും സോലുബിൾ ആവാൻ പറ്റത്തില്ല. അപ്പൊ ഇൻസോലുബിൾ പ്രോട്ടീൻ തലയ്ക്ക് മുകളിൽ, ആ തലച്ചോറിന് മുകളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായിട്ട് ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയ്ഡ്, ന്യൂറോണുകൾ നശിച്ചു പോകുന്നു. അപ്പോൾ തലച്ചോറിൽ ആ ന്യൂറോണുകൾ നശിച്ചു പോകുന്നതിന്റെ ഫലമായിട്ടാണ് അൽസീമേഴ്സ് ഉണ്ടാകുന്നത്. അൽസീമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ്, ലോസ് ഓഫ് മെമ്മറി. അതായത് ആദ്യം ഉണ്ടാകുന്നത് അതിന്റെ ലക്ഷണം എന്ന് പറഞ്ഞത് ഓർമ്മ നഷ്ടപ്പെടുക, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. നമ്മുടെ
റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരിക. പതുക്കെ ഇതിന്റെ സിവിയർ കണ്ടീഷനായി വരുമ്പോഴത്തേനും കൂടുതൽ വരുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു, ഇന്നബിലിറ്റി ടു ഡു റൂട്ടീൻ വർക്ക്സ്, നമ്മുടെ ദിനചര്യകൾ പോലും സ്വയമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു. അതായത് ആദ്യം കുറച്ചൊക്കെ ന്യൂറോണുകൾ നശിക്കുമ്പോഴത്തേക്ക് ചെറിയ മെമ്മറി ലോസ് ഉണ്ടാവും. പിന്നെ പ്രോട്ടീൻ എന്തായാലും സോലബിൾ ആവില്ല. പ്രോട്ടീൻ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിരിക്കുന്നതോറും ന്യൂറോണുകൾ കൂടുതൽ നശിക്കുന്നതോറും ആദ്യം മെമ്മറി ചെറിയ ഓർമ്മക്കുറവുണ്ടാവും. പിന്നെ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെയൊക്കെ മറന്നു തുടങ്ങും. പിന്നെ നമുക്ക് റൂട്ടീൻ വർക്ക് ദിനചര്യകൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതാണ് അൽസീമേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന്. രണ്ടാമത് പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത് അത് തലച്ചോറിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ. തലച്ചോറിലെ ചില പ്രത്യേക ഗാംഗ്ലിയോണുകൾ. ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നെർവ്സ്, ഗ്രൂപ്പ് ഓഫ് ന്യൂറോണുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. ആ ഗാംഗ്ലിയോണുകൾ നശിച്ചു പോകുന്നതിനെയാണ് നമ്മൾ പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. ഗാംഗ്ലിയോണുകൾ നശിച്ചു പോകും. ആ ഗാംഗ്ലിയോണുകൾ നശിച്ചു പോകുന്നതിന്റെ ഫലമായിട്ട് പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമിൻ ഡിക്രീസസ്. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമ്മുടെ ഒന്നാമത്തെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ, അല്ലെങ്കിൽ നാഡീയ പ്രേഷകമാണ് ഡോപ്പമിൻ. അപ്പോൾ ഈ ഗാംഗ്ലിയോണുകൾ നശിക്കുന്നതിന്റെ ഫലമായിട്ട് ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ആവും. അതാണ് ഈ പാർക്കിൻസൺസ് രോഗത്തിന്റെ കാരണം അല്ലെങ്കിൽ കോസ് എന്ന് പറയുന്നത്. അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ബോഡി ബാലൻസ്, ശരീരത്തിന്റെ തുലനനില നഷ്ടപ്പെടുക. ശരീരത്തിന്റെ ഒരു ബാലൻസ് കാണത്തില്ല, അല്ലെങ്കിൽ വിറച്ചുകൊണ്ടിരിക്കും. ആ ഒരു അവസ്ഥയാണ്. നമ്മുടെ ശരീരം നല്ല ബാലൻസ് ചെയ്ത് നിർത്താൻ നമുക്ക് പറ്റത്തില്ല. ഇറഗുലർ മസിൽ മൂവ്മെന്റ്, മസിൽസ് ഒക്കെ ഇറഗുലർ ആയിട്ട് മൂവ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മൂവ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു വിറയല്, അതിനെയൊക്കെയാണ് നമ്മൾ ഇറഗുലർ മസിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. പ്രൊഫ്യൂസ് സലൈവേഷൻ, വായിൽ നിന്ന് പറയുമ്പോൾ അതേക്ക് വരും. നമുക്ക് അതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മസിലിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റണം, പക്ഷെ അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. തലച്ചോറിനുള്ള ഗാംഗ്ലിയോണുകൾ നശിച്ചു പോകുന്ന അവസ്ഥ. അപ്പോൾ ഗാംഗ്ലിയോണുകൾ നശിക്കുമ്പോൾ ഡോപ്പമിന്റെ ഉത്പാദനം കുറയുന്നു. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ബോഡി ബാലൻസ് നഷ്ടപ്പെടും. മസിൽ മൂവ്മെന്റുകൾ ഇറഗുലർ ആയിരിക്കും, നമ്മുടെ റെഗുലർ ആയിട്ട് ആയിരിക്കത്തില്ല. പ്രൊഫ്യൂസ് സലൈവേഷൻ, നുരയും പതയും ഒക്കെ വരും. അതൊന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ രണ്ടെണ്ണമായി അൽസീമേഴ്സും പാർക്കിൻസൺസ്. അടുത്തതാണ് നമുക്ക് എന്താ പരിചയമുള്ള എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്ന് പറയുന്നതാണ്. എപ്പിലെപ്സി, അപസ്മാരം, അതാണ് തലച്ചോറിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ്. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. തലച്ചോറിലൂടെ തുടർച്ചയായും ക്രമരഹിതവുമായി ഇറഗുലർ ആയിട്ടും എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യും. അതിന്റെ ഫലമായാണ് നമുക്ക് എപ്പിലെപ്സി അഥവാ അപസ്മാരം ഉണ്ടാകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് എന്താ, ചില സമയത്ത് നമ്മുടെ തലച്ചോറിലൂടെ കണ്ടിന്യൂസ് ആയിട്ടും റെഗുലർ ആയിട്ട് ഇലക്ട്രിക് ചാർജസ് പോയി, അപ്പോഴാണ് എപ്പിലെപ്സി ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ കാരണം. ഇനി അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന്. കണ്ടിന്യൂസ് മസ്കുലാർ കോൺട്രാക്ഷൻ, എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലാർ കോൺട്രാക്ഷൻ. എപ്പിലെപ്സി വരുമ്പോൾ എന്ന് പറയുന്നത് മസിൽസ് എല്ലാം കോൺട്രാക്ട് ചെയ്യുക, മസിലുകളെല്ലാം ചുരുങ്ങിയാണ് ചെയ്യുന്നത്. അപ്പൊ മസിൽസ് ചുരുങ്ങുന്നത് മൂലം ഉണ്ടാകുന്ന ചെന്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എന്ന് പറയുമ്പോൾ അതിനൊക്കെ വന്ന് ഒരു വിറയലുണ്ടാകുന്ന അവസ്ഥ. മസിൽ കോൺട്രാക്ഷൻ ആണ് എപ്പിലെപ്സി വരുമ്പോൾ നടക്കുന്നത്, മസിൽസ് ചുരുങ്ങുകയാണ്. അപ്പൊ കണ്ടിന്യൂസ് മസ്കുലാർ കോൺട്രാക്ഷൻ. ഫ്രോത്തി ഡിസ്ചാർജ്, വായിൽ നിന്നൊക്കെ പതയൊക്കെ ഉണ്ടാവും. വായിൽ നിന്ന് നുരയും പതയൊക്കെ വെളിയിൽ, നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതായിരിക്കും, ചെന്നിയൊക്കെ വന്നിട്ടുള്ളവര് വായിൽ നിന്ന് നുരയും പതയൊക്കെ വരും. പിന്നെ നമുക്ക് അവസാനമായിട്ട് വരുന്നത് ക്ലെൻജിങ് ഓഫ് ടീത്ത് ഫോളോയിങ് ദ പേഷ്യന്റ് ബിക്കം അൺകോൺഷ്യസ്. പല്ലുകൾ മുറുക്കെ കടിച്ച് പിടിച്ച്, അതായത് മസിൽസ് കോൺട്രാക്ട് ചെയ്ത ഫലമായിട്ട് കല്ലുകൾ മുറുക്കെ കടിച്ച് പിടിച്ച് പെതുക്കെ ഈ രോഗി എന്ന് പറയുന്ന അബോധാവസ്ഥയിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. വായിൽ നിന്ന് വരിക, മസ്കുലാർ കോൺട്രാക്ഷൻ ഉണ്ടാവും, അതിന്റെ ഫലമായിട്ട് വിറയലൊക്കെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റിൽ പല്ല് ഇറുക്കെ കടിച്ച് പിടിച്ചിട്ട് പെതുക്കെ പേഷ്യന്റ് അൺകോൺഷ്യസിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന 3 ഡിസീസ് എന്ന് പറയുന്നത്. അൽസീമേഴ്സ്, പാർക്കിൻസൺസ് ആൻഡ് എപ്പിലെപ്സി. അതിന്റെ കാരണങ്ങൾ പറഞ്ഞു, അതിന്റെ സിംറ്റംസും പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ ലാസ്റ്റ് പാർട്ട് മാത്രം കാണാതെ 1, 2, 3 അതായത് തുടക്കം മുതൽ ഓർഡറിൽ കണ്ടുവരിക. എങ്കിൽ മാത്രമേ നമുക്ക് തുടക്കമുള്ള കാര്യങ്ങളുടെ ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ക്ലിയർ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠം ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു. താങ്ക് യു.